The state of your heart, you only know. നിങ്ങളുടെ ഹൃദയത്തിന്റെ അവസ്ഥ യഥാർത്ഥമായി അറിയാവുന്ന വ്യക്തി നീ മാത്രമാണ്. I remember the wordings of a songwriter like this. ഒരു പാട്ടുകാരന്റെ വാക്കുകൾ ഞാൻ ഇങ്ങനെ ഓർമ്മിക്കുന്നു. I wonder what he saw in me. എന്നിൽ എന്ത് നന്മയാണ് ദൈവമേ നീ കണ്ടത്. If you know your state, നിന്റെ സ്ഥിതി യഥാർത്ഥമായി നിനക്ക് ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കുവാൻ കഴിയും. if I understand my own state, എന്റെ സ്ഥിതി വിശേഷം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ, beloved, I may look so decent before you. ഞാൻ നിങ്ങളുടെ മുമ്പാകെ നല്ലൊരു വ്യക്തിയായിട്ട് ഒരു പക്ഷേ പ്രത്യക്ഷപ്പെട്ടു എന്ന് വരാം. You may seem very decent to me. നിങ്ങളുടെ മുമ്പാകെ നിങ്ങൾ എന്റെ മുമ്പിലും നല്ലവരായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് വരാം. But our conscience tells what we were. എന്നാൽ നമ്മുടെ മനസ്സാക്ഷിക്ക് മാത്രമേ നാം യഥാർത്ഥത്തിൽ ആരാണെന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. Our conscience tells what we were when he loved us. നമ്മെ കർത്താവ് സ്നേഹിച്ചപ്പോൾ നാം ആരായിരുന്നുവെന്ന് നമ്മുടെ മനസ്സാക്ഷിക്ക് മാത്രമേ അറിയൂ. If you take the true picture of your own self, നിന്റെ യഥാർത്ഥമായിരിക്കുന്ന ആ ചിത്രം നിന്റെ മുമ്പിൽ വന്നാൽ, you will join the songwriter and say like this. ആ പാട്ടുകാരനോട് ചേർന്ന് നമുക്കും ഇത് മാത്രമേ പറയുവാൻ കഴിയൂ. I wonder what he saw in me. കർത്താവേ നീ എന്നിൽ എന്ത് നന്മയാണ് കണ്ടത്. Beloved, we know there was nothing good in us. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യാതൊരു നന്മയും ഇല്ലായിരുന്നു എന്നുള്ളത്. But do you know what the Bible says? എന്നാൽ വേദപുസ്തകം എന്താണ് പറയുന്നത്? He found joy in you. കർത്താവ് നിങ്ങളിൽ ഓരോരുത്തരിലും സന്തോഷം കണ്ടെത്തി. He found joy in us. നമ്മിൽ ഓരോരുത്തരിലും അവൻ സന്തോഷം കണ്ടെത്തി. That joy was so great in him. അവനിൽ so great in him. അതാണ് അവന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. That he left his place in heaven. അവൻ സ്വർഗ്ഗത്തിന്റെ മഹിമ വിട്ട് ഭൂമിയിലേക്ക് വന്നു. He emptied himself. അവൻ തന്നെത്താൻ ഒഴിച്ചു. He came down to this earth. ഈ ഭൂമിയിലേക്ക് താൻ അവതരിച്ചു. And you know the life that he led here. ഈ ഭൂമിയിൽ കർത്താവിന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് യഥാർത്ഥമായി അറിവുള്ളവരാണ്. In the Luke's gospel we read about the prodigal son story. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മുടിയനായിരുന്ന പുത്രന്റെ ചരിത്രം നാം വായിക്കുന്നുണ്ട്. Now this boy, when he went out of home, പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ഈ ചെറുപ്പക്കാരൻ പോയി കഴിഞ്ഞപ്പോൾ, very soon he was fed up with the life outside. അവിടെ ലോകത്തിന്റെ ആ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് അവൻ ഇടുകിച്ചേർന്നു. And he thought, this is not the place that I should live. അവൻ അവിടെ വെച്ചൊരു കാര്യം മനസ്സിലായി, ഞാൻ ജീവിക്കേണ്ടുന്ന സാഹചര്യം ഇതല്ല. He came back to his father's house. അവൻ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി. He could not enjoy there. അവിടെ ലോകത്തിൽ അവന് ആസ്വദിക്കുവാൻ കഴിഞ്ഞില്ല. Look at the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിനെ നാം നോക്കുക. He left his father's bosom and came down to this earth. പിതാവിന്റെ മഹിമയിൽ നിന്ന് താൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, he was suffering through his life. തന്റെ ജീവിതത്തിലുടമാനമായിട്ട് കഷ്ടപ്പാടുകളിൽ കൂടി കടന്നുപോയപ്പോൾ, when the pressure of the sin of the human race was upon him, മാനവരാശിയുടെ പാപത്തിന്റെ മുഴുവനും ശിക്ഷ തന്റെ മേൽ ചുമത്തിയപ്പോൾ, when the cup of the wrath of God was pressing him, ദൈവക്രോധാഗ്നിയിൽ കൂടി താൻ വെന്തെരിഞ്ഞു പോയപ്പോൾ, he told his father, പിതാവിനോട് താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, Father, if it is possible, let this cup pass away. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. Yet not my will, എങ്കിലും എന്റെ ഇഷ്ടമല്ല, thy will be done. നിന്റെ ഹിതം നിറവേറ്റപ്പെടണം. What is thy will? എന്താണ് പിതാവിന്റെ ഇഷ്ടം? Even if I die, ഞാൻ മരിച്ചാലും these must be saved. ഈ ജനം രക്ഷിക്കപ്പെടണം. That is my joy. അതാണ് എന്റെ സന്തോഷം. പ്രിയമുള്ളവരെ, looking at the joy that was set before him, തന്റെ മുമ്പിലുള്ള ഈ സന്തോഷത്തെ കുറിച്ച് താൻ ഓർത്തപ്പോൾ, he endured all these things. ഇത് മുഴുവൻ സഹിക്കുവാൻ താൻ തയ്യാറായിട്ട് The മുമ്പോട്ട് writer to the Hebrews is talking about at least 3 things that he endured because of the joy that was before തന്റെ him. മുമ്പിലുണ്ടായിരുന്ന ഈ സന്തോഷത്തെ കുറിച്ച് ഓർത്തപ്പോൾ താൻ സഹിച്ച 3 കാര്യങ്ങളെ കുറിച്ച് എബ്രായ ലേഖനകർത്താവ് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. He endured the cross. അവൻ ക്രൂശിനെ സഹിക്കുവാൻ മുമ്പോട്ട് വന്നു. The cross was a painful experience. തീർച്ചയായും ക്രൂശ് എന്ന് പറയുന്നത് വേദനയുടെ ഒരു സ്ഥാനമാണ്. The cross is depicting the physical, the problems and the pains that the Lord went through. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച ശാരീരിക വ്യഥയുടെ ഒരു കേന്ദ്രസ്ഥാനമായിരുന്നു ക്രൂശ് എന്ന് പറയുന്നത്. It was not a small thing. അത് കേവലം നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയുവാൻ കഴിയുന്ന ഒരു സ്ഥാനമല്ല. It was beyond the ability of a normal human being to bear. ഒരു സാധാരണ മനുഷ്യന്റെ കഴിവിന് അപ്രമേയമായിട്ടുള്ള ഒരു സ്ഥാനമായിരുന്നു ക്രൂശിലെ മരണം. He endured that. ആ ക്രൂശിനെ താൻ സഹിച്ചു. Towards the end of his life, തന്റെ ജീവിതത്തിന്റെ ഒടുവിലത്തെ നിമിഷങ്ങളിലേക്ക് fully വന്നപ്പോൾ, knowing that he is going to die on the cross, ക്രൂശിൽ താൻ മരിക്കുവാൻ പോകുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി, take a look at Philippians chapter 2. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നാം വായിക്കുമ്പോൾ, Who being God did not consider equality with God. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചാണെന്ന് വിചാരിക്കാൻ, When he came down താൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ in a man's body, ഈ മനുഷ്യ ശരീരം ഏറ്റെടുത്തുകൊണ്ട്, and like a servant, ഒരു ദാസനെ പോലെ, and the Bible says like this, ആ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, he was obedient even unto the death on the cross. മരണത്തോളം
ക്രൂശിലെ മരണത്തോളം താൻ അനുസരണമുള്ളവനായിട്ട് തീർന്നു. From the beginning he was looking forward for that cross. എന്തിനു വേണ്ടിയാണ് താൻ ഈ ഭൂമിയിലേക്ക് വന്നത്? ആ ക്രൂശിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. He knew that is the cross on which he has to die. ആ ക്രൂശിലാണ് താൻ മരിക്കേണ്ടതെന്നുള്ള പൂർണ്ണ ബോധ്യം തനിക്കുണ്ടായിരുന്നു. Fully knowing that, ആ വസ്തുത പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ കർത്താവ് he carried it on him. ആ ക്രൂശും താൻ തോളിൽ വഹിച്ചുകൊണ്ട് He is taking it to Golgotha. ഗോൽഗോഥയിലേക്ക് താൻ ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ടുപോയി. It was so heavy on him. അവനെ സംബന്ധിച്ചിടത്തോളം അത് ഭാരമേറിയതായിരുന്നു. He was stumbling on the way. അനേക പ്രാവശ്യം They വീഴുവാനിടയായിരുന്നു. still made him to carry that. വീണ്ടും അവൻ അത് ചുമന്നുകൊണ്ട് തന്നെ പോകുവാൻ നിർബന്ധിതനായി. They made him lie on the cross. ആ ക്രൂശിന്മേൽ അവന്റെ കൈകളെ വിരിച്ചു. They nailed him to the cross. അവന്റെ കൈകളും കാലുകളും കുരിശിന്മേൽ തറച്ചു. His feet was nailed to the cross. അവന്റെ കാലുകൾ കുരിശിന്മേൽ അടിച്ചു തകർത്തു. Cross is erected there. അവിടെ ആ കുരിശ് നാട്ടുവാനിടയായി. It was so painful. അത് വേദനയുടെ ഒരു സ്ഥാനമായി മാറി. Why was he suffering that? കർത്താവ് എന്തിനു വേണ്ടിയാണ് ഈ വേദന സഹിച്ചത്? Why was he enduring that cross? ഈ കുരിശിനെ താൻ സഹിച്ചത് എന്തുകൊണ്ടാണ്? For the sake of you and me. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ഓർത്തുകൊണ്ടായിരുന്നു. That your joy may be full. അങ്ങനെ നിങ്ങളുടെ സന്തോഷം തന്റെ സന്തോഷമായി തീരുവാൻ വേണ്ടിയായിരുന്നു. We who had lost our joy because of the sin, പാപത്തിന്റെ ഫലമായി നമുക്ക് നഷ്ടപ്പെട്ട സന്തോഷം മടക്കിക്കൊണ്ടുവരുവാൻ the Lord suffered for that. നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ക്രൂശിലെ മരണം അനുഭവിച്ചു. He died on the cross, താൻ ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നു. knowing what is ahead of him. തന്റെ മുമ്പിൽ ലഭിക്കുവാൻ പോകുന്നത് എന്താണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടിയാണ് ആ സഹിച്ചത്. We were so precious. അത് ഏറ്റവും വിലയേറിയതായിട്ട് തീരുവാനിടയായി. Not only that, അത് മാത്രമല്ല, the writer to the Hebrews further says, രണ്ടാമതായിട്ട് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, despising the shame. അവൻ അപമാനം അലക്ഷ്യമാക്കി. Despising the shame. അപമാനം അലക്ഷ്യമാക്കിയ കർത്താവ്. Beloved, he is no ordinary person. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു സാധാരണ വ്യക്തിയല്ല. An ordinary man cannot afford to put him to shame. ഒരു സാധാരണ വ്യക്തിക്ക് പോലും തന്നെ അപമാനിതനാക്കുന്നതിൽ ഒരിക്കലും സഹിക്കുവാൻ കഴിയില്ല. He is the creator. അവൻ സൃഷ്ടാവായ ദൈവമാണ്. He is the Lord of Lords. കർത്താദി കർത്താവാണ്. He is the all in all. അവൻ എല്ലാറ്റിലും എല്ലാമാണ്. He is above all authorities. സകല അധികാരത്തിനും മേലായ അധികാരമുള്ളവനാണ്. He is the one who said all authority is given unto me. സകല നാമത്തിനും മേലായ നാമം നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗത്തിലും ഭൂമിയിലും അധികാരം ലഭിച്ചിരിക്കുന്നവനാണ്. Who can afford to put shame upon him? അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് മേൽ ആർക്ക് അവനെ അപമാനിതനാക്കുവാൻ കഴിയും? Even if a minister of our land, നമ്മുടെ രാജ്യത്തെ ഒരു മന്ത്രിയെ if we put them to shame, അദ്ദേഹത്തെ നാം അപമാനിക്കുവാൻ തയ്യാറായാൽ, the president or the rulers of this country, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയെയോ മറ്റ് ഭരണാധിപന്മാരെയോ, if you talk a word of shame unto them, അവർക്കെതിരായിട്ട് അപമാനത്തിന്റെ ഒരു വാക്ക് നാം ഉച്ചരിച്ചാൽ, the national flag of our land, നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പതാകയ്ക്കെതിരായി if you defame that, അതിനെ നാം അപമാനിച്ചാൽ, you know the penalty that is അതിനുവേണ്ടി awaiting. കിട്ടുവാൻ പോകുന്ന ശിക്ഷ എത്ര വലുതാണെന്നുള്ളതിനെ കുറിച്ച് ബോധ്യമുള്ളവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. If that is the case, ഇതാണ് ഈ രാജ്യത്തിന്റെ നിയമമെങ്കിൽ, how did those people dare to put shame upon him? അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിന്റെ മേൽ അപമാനം ഏൽപ്പിക്കുവാൻ അവർക്ക് എങ്ങനെ സാധ്യമായി? But he was silently enduring that, അവൻ ശാന്തമായി അതെല്ലാം അനുഭവിച്ചു. despising the shame. അവൻ ക്രൂശിന് അപമാനം സഹിച്ചു. They called him glutton. അവനെ അവർ പലവിധമായിട്ടുള്ള വാക്കുകൾ ഉച്ചരിച്ച് അവനെതിരായിട്ട് They സംസാരിച്ചു. called him as demon possessed. അവനോട് പറഞ്ഞു, നീ ഭൂതം ബാധിച്ചവനാണെന്ന്. They told that he has evil spirit. അവനിൽ ആ ദുരാത്മാക്കൾ ഉണ്ടെന്ന് അവർ പറഞ്ഞു. They spat on his face. അവന്റെ മുഖത്ത് അവർ തുപ്പി. They spoke humiliating words. അവനെ ഏറ്റവും നിസാരനാക്കുന്ന വാക്കുകൾ അവർ ഉച്ചരിച്ചു. False accusation were put upon him. അവനെതിരായിട്ട് തെറ്റായിട്ടുള്ള സാക്ഷികളെ കൊണ്ടുവന്നു. All this he endured. അതെല്ലാം അവൻ ശാന്തമായി All സഹിക്കുവാനിടയായി. the shame he was enduring. അവൻ ഈ ശാന്തമായി ഇതെല്ലാം സഹിച്ചത് He എന്തിനാണ്? was despising the shame. അവൻ അതിനെ അലക്ഷ്യമാക്കി തീർത്തത് You know why? എന്തിനു വേണ്ടിയാണെന്ന്? Because of the joy that was set before him. അവന്റെ മുമ്പിലുള്ള ആ സന്തോഷത്തെ കുറിച്ച് ഓർത്തപ്പോഴാണ്. And you and me were the joy. നിങ്ങളും ഞാനുമാണ് അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന സന്തോഷം. Do you realize how much he values us? പ്രിയമുള്ളവരെ, നമ്മെ കുറിച്ച് കർത്താവിന് എത്രമാത്രം കരുതലുണ്ടെന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ The കഴിഞ്ഞിട്ടുണ്ട്. writer to the Hebrews talks about the third factor there. മൂന്നാമത്തെ കാര്യം എബ്രായ ലേഖന കർത്താവ് പറയുന്നു, And he sat down at the right hand of the throne of God. ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ ഇരുന്നു. He sat down at the right hand of the throne of God. ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നവനാണ് നമ്മുടെ കർത്താവ്. Romans chapter 8 and verse 34 says, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ, he finished his work of salvation and went and sat at the right hand of the Father. അവൻ തന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം നിറവേറ്റിയതിനു ശേഷം പിതാവിന്റെ വലതുഭാഗത്ത് അവൻ ഇരുന്നു. Why?
എന്തിനു വേണ്ടിയാണ് അവിടെ ഇരുന്നത്? Looking at the joy that was ahead of you. അവന്റെ മുമ്പിലുള്ള ഈ സന്തോഷത്തെ കുറിച്ച് ഓർത്തപ്പോൾ Now what is he doing at the right hand of the Father? പിതാവിന്റെ വലതുഭാഗത്ത് നിന്ന് നമ്മുടെ കർത്താവ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? Yes, after he finished the work on the cross of Calvary, കാൽവറി ക്രൂശിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം, he rose from among the dead. ആ മരണത്തിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം, When he rose, അവൻ എഴുന്നേറ്റപ്പോൾ he appeared to his disciples. തന്റെ ശിഷ്യന്മാർക്ക് അവൻ പ്രത്യക്ഷനായി. First he met Mary, one of the followers. അവന്റെ ശിഷ്യകളിൽ ഒരാളായിരുന്ന മറിയയ്ക്കാണ് അവൻ ആദ്യം And പ്രത്യക്ഷനായി. Mary was so happy to see the master. അവളുടെ യജമാനനെ ഗുരുവിനെ കണ്ടതിൽ അവൾ ആശ്ചര്യ പരിപൂർണയായിട്ട് She തീർന്നു. was about to cling to him. അവനെ കെട്ടിപ്പുണരുവാൻ അവൾ ആഗ്രഹിച്ചു. In John's Gospel chapter 20 and verse 17 it says like this. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 20 and 17. അതിന്റെ 20-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം അത് The Lord വായിക്കുന്നു. immediately tells her, അവളോട് കർത്താവ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? do not cling unto me. നീ എന്നോട് അടുത്ത് വരരുത്, തുടരരുത്. I haven't gone to my father and your father, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. to my God and your God. എന്റെ പിതാവും നിന്റെ പിതാവുമായ എന്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടില്ല. He prevented her from touching. അവനെ തൊടുന്നതിൽ നിന്ന് അവളെ തടസ്സപ്പെടുത്തി. Later in the history we read like this. അതിനുശേഷം ചരിത്രത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. When Thomas had a doubt regarding his resurrection, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് തോമസിന് ഒരു സംശയമുണ്ടായി. he said, I will not believe unless I see. ഞാൻ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് തോമസ് പറഞ്ഞു. And the Lord offered his hand, said, you touch and see. കർത്താവ് തന്റെ കൈകളെ അങ്ങോട്ട് നീട്ടിയിട്ട് തോമസിനോട് പറഞ്ഞ എന്താണ്? Now what did he tell Mary? മറിയയോട് എന്താണ് പറഞ്ഞത്? Don't touch me. എന്നെ തുടരുത്. Don't cling unto me. എന്നോട് നീ ചേർന്ന് വരരുത്. I haven't gone into my father. ഞാൻ എന്റെ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെ കരയേറിപ്പോയില്ല. But to Thomas he is telling, എന്നാൽ തോമസിനോട് കർത്താവ് പറഞ്ഞ എന്താണ്? touch and see me. എന്നെ ഈ വിരലുകളിൽ നീ ഇടുക. Somewhere during that gap, ആ സന്ദർഭത്തിൽ somewhere during that gap between Mary and Thomas, ഈ മേരിയും മറിയയും തോമസും കണ്ടുമുട്ടിയ ആ കാലത്തിനുള്ളിൽ it is evident that he went to the Father. പിതാവിന്റെ സന്നിധിയിലേക്ക് താൻ കയറിപ്പോയി എന്നുള്ളതാണ് വസ്തുത. That is a business between the Father and the Son. അതാണ് പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആ വലിപ്പം. That is why the details are not given to us. അതുകൊണ്ട് അതിന്റെ ചരിത്ര പശ്ചാത്തലമൊന്നും ഇവിടെ വിവരിച്ചിട്ടില്ല. But his words declares that. എന്നാൽ ഈ വാക്കുകൾ അത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. There were so many saints who were kept under captivity. അനേകരെ ഇന്ന് തടവിലാക്കി വെച്ചിട്ടുണ്ട്. In those days of the Old Testament, പഴയ നിയമത്തിന്റെ കാലഘട്ടങ്ങളിൽ the men who feared God, ദൈവത്തെ സ്നേഹിച്ചതിന്റെ ഫലമായി, the men who kept the law of the Lord, കർത്താവിന്റെ വചനത്തെ അനുസരിച്ചതിന്റെ ഫലമായി, the men who walked with God, ദൈവത്തോട് കൂടെ നടന്നതിന്റെ അനന്തരഫലമായി thousands and thousands of them had died and left from this earth. അനേകായിരങ്ങൾ കൊല ചെയ്യപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. Though they lived a pleasing life to God, അവർ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചെങ്കിലും they could not go to heaven, അവർക്കന്ന് സ്വർഗത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല. because a man could not go upward until the eternal sacrifices offered on the cross. ക്രൂശിൽ ദൈവത്തിന്റെ പരിപൂർണമായിട്ടുള്ള യാഗം പൂർത്തിയാകുന്നതുവരെ ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് പോകുവാനെന്ന് കഴിയുമായിരുന്നില്ല. When the Lord Jesus is talking about Lazarus and the rich man, ലാസറിനെ കുറിച്ചും ധനവാനെ കുറിച്ചും കർത്താവ് പറയുമ്പോൾ, now Lazarus was in a very special place where the Jews called it as Abraham's bosom. അബ്രഹാമിന്റെ മടി എന്ന് യഹൂദന്മാർ വിശേഷിപ്പിക്കുന്നു.